ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന സോയ ചങ്ക്സ് ഉപയോഗിച്ചുള്ള ഒരു ഫ്രൈ ആണ്. വളരെ സ്വാദിഷ്ടവും വളരെയധികം പോഷകപ്രദവുമായിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിന് അത്യാവശ്യം വേണ്ടത് നമുക്ക് സോയ ചങ്ക്സ് ആണ്. ഇതൊരു 50 ഗ്രാമിന് മുകളിലുണ്ട്, 100 ഗ്രാം ഇല്ല. ഇത് സോയ ചങ്ക്സ് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഒരെണ്ണം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയതുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം പെരിഞ്ജീരകവുമാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഉപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. 2 മിനിറ്റ് നേരം ഇത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം അതെടുത്ത് നല്ലോണം പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കുന്നു. കടുകും 1 വറ്റൽമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം ഈ സോളയെല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടവുമായിട്ട് ഇത് വരുന്നതായിരിക്കും. ഇതിനകത്തേക്ക് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടി വരണ്ടു വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയെല്ലാം വേഗം നമുക്ക് വരണ്ട് കിട്ടുന്നതായിരിക്കും. നല്ല മൂത്ത് വരും ഉള്ളി. അധികം ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഇതിൽ ഒരു മീഡിയം ടൈപ്പിലായാൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത ശേഷം അല്പം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ മല്ലി അല്പം മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. മല്ലിപ്പൊടി ഇട്ട് അല്പം ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് ഇത് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുക. മസാലപ്പൊടി, ഗരം മസാല ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, അത് ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ തക്കാളിയും ഈ ഉള്ളി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തക്കാളി അല്പം ഒന്ന് വരണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അല്പം പെരിഞ്ജീരകമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി വരണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഒരു ഹാഫ് ഫ്രൈ ആവുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരടപ്പെടുത്ത് അല്പം നേരത്തേക്ക് മൂടി വെച്ചിരുന്ന തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞ് ചേരുന്നതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഈ നല്ലോണം അതിലേക്ക് നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴിഞ്ഞ് വെള്ളമെല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സോയ ചങ്ക്സും ഈ മസാലയും നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മസാല എല്ലാ സൈഡിലും നല്ലോണം പിടിക്കണം. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് പതുക്കെ ഡ്രൈ ആയിട്ട് വരുന്നതായിരിക്കും. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. മസാല എല്ലാം നല്ലോണം പിടിക്കുന്നതായിരിക്കും. പതുക്കെ ഡ്രൈ ആയിട്ട് വരുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഈ ഗരം മസാല ഉള്ളത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട്. ഗരം മസാല ചേർത്തിട്ട് നല്ല
ഫോമിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കഴിഞ്ഞ് ഇതിലേക്ക് അല്പം എണ്ണയും കൂടി ചേർത്ത് നല്ലോണം, അല്പം 2 സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് നല്ല ഫ്രൈ മാതിരി ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഈ ഫോമിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് അല്പം എണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കിയാൽ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വിഭവം നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.